നമസ്കാരം. രണ്ടാമതൊരു ജില്ലയുടെ കൂടെ എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയുടെയാണ് എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്റ് ലിസ്റ്റും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ മലപ്പുറം ജില്ലയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നതിൽ നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവ തീയ ബിലവയുടെയാണ് സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളുടെ ഓർഡറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ കാണിക്കുന്നുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ മുസ്ലിം, പിന്നെ ലാറ്റിൻ കത്തോലിക്സ്, ആംഗ്ലോ ഇന്ത്യൻ, ഒ ബി സി, വിശ്വകർമ്മ, SIUC നാടാർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി, ധീവര, ഹിന്ദു നാടാർ, EWS, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഇത്രയും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ലിസ്റ്റിൻ്റെ നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ വന്നേക്കുന്നത് 720 61.33 കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ളവർ മെയിൻ ലിസ്റ്റിലുണ്ടാവും. 720 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 750 പേരുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരിക്കലും നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണ് അല്ല വന്നേക്കുന്നത്, സപ്ലിമെൻ്റ് ലിസ്റ്റിലോട്ട് മാറി എന്ന് കരുതിയിട്ട് നിങ്ങൾ ചാൻസ് ഇല്ലാന്ന് ചിന്തിക്കേണ്ട. അത് എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെയല്ല. റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ മുറയ്ക്ക് അല്ലെങ്കിൽ മാർക്കിൻ്റെ മുറയ്ക്കാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതൊന്നും നോക്കണ്ട. ഡിഫറൻ്റ്ലി ഏബിൾ ലിസ്റ്റിൽ 28 പേരുണ്ട്. ടോട്ടൽ 1498 പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ കുറേ കാറ്റഗറിയിലൊക്കെ നിയമനമൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒരു നെഗറ്റീവ് കാര്യമായിട്ട് ചിന്തിക്കേണ്ട. നിങ്ങളെ ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് വന്നു എന്നുള്ള പോസിറ്റീവിൽ ചിന്തിക്കുക. 720 പേര് മെയിൻ ലിസ്റ്റിൽ. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്നവർക്കും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ വന്നവർക്കും ഡിഫറൻ്റ് ലേബിൾ ലിസ്റ്റിൽ വന്നവർക്കും കൺഗ്രാറ്റ്സ്. മൊത്തം 1498 പേരാണ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് വരുന്ന 61.33 അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണെങ്കിലും മെയിൻ ലിസ്റ്റിലാണെങ്കിലും നിങ്ങൾ ആ വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുക. സപ്ലിമെൻ്റ് ലിസ്റ്റിലാണെങ്കിൽ കൂടുതൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക. നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. മെയിൻ ലിസ്റ്റിലാണെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് പ്രവർത്തനം ചെയ്താലേ നിങ്ങൾക്ക് നിയമനം ഉണ്ടാവുകയുള്ളൂ. സപ്ലിമെൻ്റ് ലിസ്റ്റിലുള്ളവർ ഇപ്പം തന്നെ നല്ല രീതിക്ക് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക. രണ്ട് കൂട്ടരും ഇനിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ജില്ലകളുടെ മറ്റു അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും വീഡിയോ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.